ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ സൗണ്ടിന് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. എനിക്ക് വയ്യാണ്ടിരിക്കുവാണ്. ചെറുതായിട്ട് എന്തെങ്കിലും ഒരു തണുത്തത് കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തൊണ്ടവേദന വരും. അങ്ങനെ ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ ആയിട്ടിരുന്നു. കാര്യമൊക്കെ എടുത്തില്ല. എക്സാമും കാര്യങ്ങളും അതിൻ്റെ തിരക്കൊക്കെ ആയിരുന്നു. പക്ഷേ ഫുഡ് കഴിക്കാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ അത് കൂടി, ഭയങ്കരമായിട്ട് കൂടി. ഫുഡ് കഴിക്കാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടും വന്നു. അങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ എന്ത് കഴിച്ചാലും വൊമിറ്റ് ചെയ്യാണ്. ഇൻഫെക്ഷൻ കൂടി, പനി പിടിച്ചു. അങ്ങനെയൊക്കെ വയ്യാണ്ടൊക്കെ ഇപ്പോൾ മെഡിസിനൊക്കെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു അസൗകര്യം തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് നമ്മളുടെ ഈ ഒരു പ്ലാന്റാണ്. നമ്മുടെ പേപ്പർ ഓർണാൻ്റാണ്. കുറേ നാളായി പേപ്പർ ഓർണാൻ്റൊക്കെ നമ്മൾ ഇട്ടിട്ട്. ഇപ്പോൾ പേപ്പർ ഓർണാൻ്റത്തിൻ്റെ പ്ലാന്റൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഏകദേശം ഈ സൈസ് പ്ലാന്റ്സൊക്കെയാണ് കേട്ടോ. പേപ്പർ ഓർണാൻ്റ് നമ്മൾ വളർത്തുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ കെയർ ചെയ്യണം കേട്ടോ. മഴയുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് കട്ട് ചെയ്ത് വെക്കരുത്. ഒന്ന് കുറച്ചുകൂടി ആയിക്കഴിഞ്ഞിട്ട് റൂട്ടൊക്കെ നല്ലോണം വന്നു എന്ന് ഉറപ്പായിട്ട് മാത്രം കട്ട് ചെയ്ത് വെക്കുക. പെട്ടെന്ന് പോയി എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ റൂട്ട് വരുന്ന നോട്ട്സിൻ്റെ ഭാഗം ഏതെങ്കിലും മണ്ണിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. അങ്ങോട്ടേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ മാത്രം അത് കട്ട് ചെയ്ത് മാറ്റുക. അല്ലാണ്ട് വെച്ച് കഴിഞ്ഞാൽ പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. അടുത്ത പ്ലാന്റ് നമ്മളുടെ ഈ ഒരു ഫിലോഡെൻഡ്രോൺ ആണ്. ഇതിൻ്റെ ശരിക്കുള്ള പേരെനിക്ക് അറിയില്ല കേട്ടോ. നമ്മളിത് വീട്ടിൽ ടവറായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് സെയിൽ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നല്ല മഴയൊക്കെ ഉള്ള സമയമായതുകൊണ്ട് തന്നെ വെയിൽ കുറവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ലെമൺ യെല്ലോ കളറിലേക്ക് ഇരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള ഫിലോഡെൻഡ്രോൺ. നിങ്ങൾക്ക് ടവറായിട്ടൊക്കെ ഈസി ആയിട്ട് വയ്ക്കാം. അങ്ങനെ ഭയങ്കര വെയിലില്ല എന്നുണ്ടെങ്കിലും ചെറിയ ഷെയ്ഡിലൊക്കെ കുറച്ച് വെയിലൊക്കെ കൊണ്ടാലും നല്ല രസമായിട്ടൊക്കെ വന്ന പ്ലാന്റാണ് കേട്ടോ. നല്ല രസമുള്ളൊരു ഫിലോഡെൻഡ്രോൺ ആണ്. ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് 25 രൂപയ്ക്കാണ്. അടുത്തത് ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ്. ഈ കലേഡിയം പ്ലാന്റ് നമ്മൾ ഇതിനു മുമ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു 3-4 പേര് മേടിച്ചിട്ടുണ്ടായി. പക്ഷേ പിന്നെ ചില ആൾക്കാർ ഗ്രീൻ കളറിൽ നിൽക്കുകയാണ്. അപ്പോൾ അത് തന്നെയാണെന്ന് ഡൗട്ടുള്ളതുകൊണ്ട് കുറച്ച് ഡൗട്ട് പറഞ്ഞിരുന്നു, മാറുമോ ഇല്ലയോ എന്നൊക്കെ. പിന്നെ മെസ്സേജൊന്നും അയച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർ, കൺഫ്യൂഷനുള്ളവരുണ്ട്. അതുകൊണ്ടാണ് ഇത് കണ്ടോ, ഗ്രീനിൽ കളർ കയറി വരുന്നുണ്ട്. ഇത് പിങ്ക് കലേഡിയം തന്നെയാണ്. അറിയാവുന്നവർക്ക് ചിലപ്പോൾ കൃത്യമായിട്ട് ഇതിനെപ്പറ്റി അറിയാൻ പറ്റുമായിരിക്കും. അപ്പം ഏകദേശം ഈ സൈസൊക്കെ ഉള്ള പ്ലാന്റ്സാണ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നമ്മുടെ ബ്ലാക്ക് ഹോമിലോമിന പ്ലാന്റ് ആണ് കേട്ടോ. ബ്ലാക്ക് ഹോമിലോമിനയുടെ എൻ്റെ കയ്യിലുള്ള വലിയ പ്ലാന്റാണ് ഇത്. നമ്മൾ സെയിൽ ചെയ്യണില്ല, ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സാണ് സെയിൽ ചെയ്യണത്. ഇത് ഏകദേശം ആ ഒരു ബ്ലാക്ക് ഷെയ്ഡിലൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഡാർക്ക് കളറിൽ വരും കേട്ടോ. നല്ല ഷെയ്ഡിലൊക്കെ വെച്ചേക്കണേ. പറ്റിയ ക്ലൈമറ്റ് കണ്ടീഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ വളർത്താൻ പറ്റിയ നല്ല ക്ലൈമറ്റാണ്. ഇതിൻ്റെ ഏകദേശം ഈ സൈസൊക്കെ ഉള്ള പ്ലാന്റ്സാണ് കേട്ടോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. തീരെ ചെറിയ സൈസ് അല്ല കേട്ടോ. അപ്പോൾ ഇത് വളരെ കുറച്ച് പ്ലാന്റ്സാണ് കേട്ടോ. 3-4 പ്ലാന്റാണ് ഇതിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കുഞ്ഞ് പൊടി തൈകൾ ഇപ്പോൾ ഉണ്ട്, പക്ഷെ അതിപ്പോൾ കൊടുക്കുന്നില്ല. അതൊരു 2 സെയിൽ വീഡിയോസ് കഴിഞ്ഞിട്ട് നമ്മൾ ഇടാം എന്നോർത്തിട്ടാണ്. കാരണം അത് കൊടുക്കാൻ പറ്റിയൊരു സൈസ് ആയിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് നല്ലൊരു ഇൻഡോർ പ്ലാന്റ്. അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇത് നമ്മുടെ നിത്യകല്യാണി എന്നൊക്കെ പറയുന്ന പ്ലാന്റാണ്. പെരിവിങ്കിൾ. ഇതിൻ്റെ കളർ, ഇത് ഞാൻ ഷോർട്സ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോർട്സ് വീഡിയോയിൽ കണ്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ സെയിൽ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അടുത്തത് നമ്മളുടെ ഈ ഒരു പ്ലാന്റാണ്. ഇത് ഒരു വയലറ്റ് തെച്ചി പോലത്തെ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇത് നമ്മളെപ്പോഴും സെയിലിന് ഇടാറുള്ളതാണ്. ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. എപ്പോഴും തീർന്നു പോകാറുള്ളതാണ് കേട്ടോ. കാരണം പലരും 2-3 പ്ലാന്റ്സൊക്കെ വെച്ച് എടുക്കാറുള്ളത് കൊണ്ടാണ്. പിന്നെ ചോദിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചോദിച്ച് ഒരുപാട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്ലാന്റ്സ് ഇപ്പോൾ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ്. അടുത്തത് നമ്മളുടെ ഈ ഒരു മരാന്ത പ്ലാന്റ് ആണ് കേട്ടോ. ആദ്യം റെക്കോർഡ് ചെയ്തപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ കാര്യം ഞാൻ വിട്ടുപോയായിരുന്നു. അപ്പോൾ രണ്ടാമത് ആഡ് ചെയ്താണ്. വെരിഗേറ്റഡ് പ്ലാന്റ്സ് നമുക്ക് വിശ്വസിച്ച് വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് കേട്ടോ. കാരണം അതിൻ്റെ വെരിഗേഷൻ അങ്ങനെ പെട്ടെന്ന് പോവാറൊന്നുമില്ല. നമുക്ക് ഈ വെരിഗേഷൻ നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നല്ല രസമുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഏകദേശം ഒരു മീഡിയം സൈസ് പ്ലാന്റ്സൊക്കെ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ്. അടുത്തത് നമ്മളുടെ ഈ ഹെലിക്കോണിയ പ്ലാന്റ് ആണ്. യെല്ലോ ഹെലിക്കോണിയ ആണ്. ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് കേട്ടോ. ഇത് ഈ കളർ മാത്രമല്ല, ഓറഞ്ച് കളറും പിന്നെ റെഡ് ആൻഡ് യെല്ലോ ഷെയ്ഡും കൂടി ചേർന്ന ഈ 2 കളറിലുള്ള പ്ലാന്റ്സും ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അടുത്ത നമ്മളുടെ ഈ ഒരു റെഡ് ബട്ടൺ ജിഞ്ചർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ കുഴപ്പമില്ലാത്തൊരു സൈസ്, മീഡിയം സൈസ് പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല രസമുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ. നല്ല വെയിലറ്റ് ഷെയ്ഡ് അപ്പിയറൻസ് ആണ്. കാലാവസ്ഥയിലൊക്കെ നല്ല രസമായിട്ട് നിൽക്കും. നമുക്ക് ബോർഡറായിട്ടൊക്കെ വീടിൻ്റെ സൈഡിലൊക്കെ നല്ല രസമായിട്ട് വളർത്താൻ പറ്റിയ പ്ലാന്റ്സ് ആണ് കേട്ടോ.
അടുത്തത് നമ്മളുടെ പീസ് ലില്ലിയാണ്. പീസ് ലില്ലിയുടെ ഈ പീസിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഏകദേശം ഈ സൈസുള്ള ചെറിയ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ഇത് നമ്മൾ 20 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു മദർ പ്ലാന്റ് സൈസ് കുറച്ച് വലിയ പ്ലാന്റ്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്ലവറിങ് ആവാറായ പ്ലാന്റ്സ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. കാരണം 2 സൈസുള്ള പ്ലാന്റ്സും എല്ലാവരും എടുക്കാറുണ്ട്, അതുകൊണ്ടാണ് 2 സൈസും കാണിച്ചു തന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, അടുത്തതാണ് നമ്മളൊരു ഗീവ് അവേ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നീട് അടുത്തൊരു വീഡിയോയിൽ പറയാം. പിന്നെ നമ്മളിപ്പോൾ ഈ കാണിച്ച പീസ് ലില്ലിയുടെ ഫ്ലവറാണ് കേട്ടോ ഇത്. ഒരുപാട് തേനീച്ച വരും കേട്ടോ ഇതിനകത്ത്. ലൈറ്റ് ഗ്രീൻ കളറൊക്കെ കയറി വരാറുണ്ട് ഫ്ലവറിൽ. ഇന്നത്തെ സെൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്